സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി സഖാവ് ജോസ് ജേക്കബ്, അതുപോലെ തന്നെ മുൻ ജനറൽ സെക്രട്ടറി സഖാവ് ടി.കെ. രാജൻ, തമിഴ്നാട് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് അൻപഴകൻ, ആൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ നോർത്ത് സോൺ സെക്രട്ടറി കൂടിയായ ദേശീയ സെക്രട്ടറി ശ്രീ സഖാവ് രാമാശ്രീ യാദവ്, മറ്റ് ഭാരവാഹികളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ദീർഘമായ പോകുന്ന പോരാട്ടത്തിൻ്റെ മണിമുഴക്കം സഖാവോടെ പ്രകടിപ്പിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, സഖാവ് പിണറായി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ വീണ്ടും നടപ്പിലാക്കാൻ കഴിയാതിരുന്ന ആഗോളീകരണ നയങ്ങൾ അതിശീഘ്രഗതിയിൽ 2014 മുമ്പ് തന്നെ നടപ്പിലാക്കി പോകാനാണ് UPA ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഞാൻ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ആ ചർച്ചയിൽ സഹാക്കൾ പറഞ്ഞു, ഒരു ദിവസം ഡ്രൈവറെ കിട്ടണമെന്ന് വെച്ചാൽ അയാൾ വീട്ടിൽ പോയിട്ട് ടാക്സിക്കാരിൽ കൊണ്ടുവന്ന് പ്രതിദിനം 1000-1500 രൂപ ശമ്പളം കൊടുത്താൽ മാത്രമേ ഡ്രൈവറെ കിട്ടാനുള്ളൂ. ആ സാഹചര്യത്തിൽ ഇപ്പോൾ SSLC പാസ്സായവർക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കൂ എന്ന് മാത്രമല്ല, കണ്ടക്ടർക്ക് ഇനി ലൈസൻസ് വേണ്ട. ആർക്ക് വേണമെങ്കിൽ വണ്ടി ഓടിക്കാം, ആ വണ്ടി കണ്ടക്ടറായി ജോലി ചെയ്യാം. ലൈസൻസ് കൊടുക്കുന്നത് ഇന്ന് വരെ RTO ഓഫീസുകളിലാണെങ്കിൽ RTA ആണ് ലൈസൻസ് കൊടുക്കുന്നതെങ്കിൽ ഇനി മുതൽ അത്തരം ലൈസൻസ് കൊടുക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക്, ആ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തന്നെ ലൈസൻസ് കൊടുക്കാനുള്ള അനുമതി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഈടാക്കാനുള്ള അധികാരം ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമാണ്. സംസ്ഥാന ഗവൺമെൻറ്റാണ് എത്ര ടാക്സ് ഈടാക്കാം, എത്ര ഈടാക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇനി ആ അവകാശം പോലും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അവകാശം അത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും റോഡ് നികുതി, ആ നികുതി ഏകീകരിക്കാൻ തീരുമാനിക്കുന്നു. റോഡുകളുടെ സ്ഥിതി നമുക്കറിയാം. ആകെ പിരിക്കപ്പെടുന്ന റോഡ് നികുതിയിൽ 10% പോലും ഇന്ത്യയിൽ, കേരളത്തിലാണെങ്കിലും ശരി ഇന്ത്യയിലാണെങ്കിലും ശരി, അത് റോഡിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നില്ല എന്നറിയാം. ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സഹാക്കളെ, KSRTC-യുടെ 38ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ലോഗോ തയ്യാറാക്കിയത് KSRTC-യിലെ കണ്ണൂർ ഡിപ്പോയിൽ ജോലി ചെയ്ത് വരുന്ന ഒരു കണ്ടക്ടറാണ്, ശ്രീ K. പ്രസാദ്. ആ കലാകാരനെ ഈ സമ്മേളന വേദിയിൽ വെച്ച് ആദരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സഖാവ് K. ദിവാകരനെ ആദരവോടെ ക്ഷണിക്കാം. மேடையிலே வீட்டிருக்கின்ற அத்தனை தலைவர் பெருமக்களுக்கும், இங்கே குழுமிருக்கின்ற அன்பு தோழர்களுக்கும் தோழியர்களுக்கும், வியாபார பெருங்குடி மக்களுக்கும், தமிழ்நாடு CIT மாநில குழுவின் சார்பிலும் தமிழ்நாடு அரசு போக்குவரத்து ஊழியர் சம்மேளனத்தின் சார்பிலும் புரட்சிகரமான வாழ்த்துக்களை தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கின்றேன். நேரமும் இல்லை, நீங்கள் இருக்கிறது பொறுமை இல்லை. அது இன்று இருக்கிற மத்திய மாநில அரசுகள் கடைபிடிக்கின்ற கொள்கையை எதிர்த்து போராட வேண்டிய அவசியம் இருக்கிறது. போக்குவரத்து ஊழியர்கள் மட்டுமில்ல, அரசு ஊழியரோ, மின்சார வாரிய ஊழியரோ, ஆமீன் வாழ் ஊழியர், அனைத்து பகுதி ஊழியர்களும், முறைசாரா தொழிலாளர்கள் உள்பட இந்த அரசுடைய கொள்கையை எதிர்த்து போராட வேண்டிய அவசியம் இருக்கிறது என்பதை மட்டுமல்ல, இன்றைக்கு இந்த கேரள மாநில போக்குவரத்து மாநில மாநாட்டில் கிட்டத்தட்ட 28 தீர்மானங்கள் நிறைவேற்றப்பட்டிருக்கிறது. அந்த தீர்மானங்களில் பிரதான தீர்மானம் ஒரு ஊதிய ஒப்பந்தம் மட்டுமல்ல, போக்குவரத்து தொழிலாளருக்கு சம்பளம் பஞ்சப்படி மட்டும் வாங்குவது மட்டுமல்ல, இந்த மக்கள் கண்ணூர் பகுதி மட்டுமல்ல, கேரள மாநிலத்தில் இருக்கின்ற அத்தனை பகுதி மக்களுக்கும் போக்குவரத்து வசதியை மேலும் பலப்படுத்துவது எவ்வாறு நம்மால் செய்ய முடியும், as a trade union we have to do something என்ற முறையில் இன்றைக்கு அவர்கள் பல்வேறு தீர்மானங்களை நிறைவேற்றியிருக்கிறார்கள். இதே போன்று தமிழகத்திலும் நாங்கள் பல்வேறு நடவடிக்கை எடுத்துக் கொண்டிருக்கிறோம். அந்த முறையில் மத்திய ஆளுகிற காங்கிரஸ் சர்க்காரும், மாநிலத்தில் ஆளுகிற உம்மன் சாண்டி சர்க்காரும், அதே போல் மற்ற மாநில ஆளுகிற சர்க்காரெல்லாம் கடைபிடிக்கின்ற கொள்கையை எதிர்த்து போராட வேண்டிய அவசியம்